ജെയിംസ് സാർ, എങ്ങനെയാണ് സമാധാനം പുലരുകയാണോ? കാരണം ഒരു കരാറിനടുത്ത് നിൽക്കുകയാണല്ലോ. യഥാർത്ഥത്തില് അമേരിക്കയും ഇറാനും തമ്മില് ഒരു സമാധാന കരാറിന്റെ ഒരു കരടൊക്കെ റെഡിയായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ തന്നെയാണ് ഇറാന്റെ ഡ്രോണുകൾ ഹോർമോസ് കടലിടുക്കില് വിന്യസിച്ചതായി അല്ലെങ്കിൽ അവർ അത് തൊടുത്തതായിട്ട് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. എന്നാൽ ആ ഡ്രോണുകളെ നിരവധി ഡ്രോണുകൾ തകർത്തതായി അമേരിക്ക അവകാശപ്പെടുന്നു. അപ്പോൾ യുദ്ധവും സമാധാനവും എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ. പക്ഷെ നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് അടുത്ത ദിവസങ്ങളിൽ കഴിഞ്ഞ 2 മാസമായിട്ട് പറയുന്നുണ്ട്, പക്ഷെ ഇതാണ് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്. സമാധാനത്തിന്റെ അല്ലെങ്കിൽ സമാധാന കരാറിന്റെ അടുത്തെത്തി നിൽക്കുകയാണ്. ഒരു പക്ഷേ ഇതൊരു താൽക്കാലിക കരാറായിരിക്കാം. എന്നാൽ പോലും ഈ യുദ്ധം 60 ദിവസത്തേക്കെങ്കിലും നിർത്തുന്ന തരത്തിൽ ഒരു സമാധാന കരാർ വരുന്നു എന്നുള്ള റിപ്പോർട്ട് തന്നെയാണ് വരുന്നത്. ഈ ട്രംപ് നേരത്തെ കയറി ഇതൊക്കെ വിളിച്ചു പറഞ്ഞ് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലാക്കുന്നു എന്നുള്ള പരാതി ആൾക്കാർക്കുണ്ട്. അതിനിടയിലാണ് ഇറാനിയൻ മാധ്യമങ്ങൾ ഈ സമാധാന കരാറിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടത്. അത് കൂടുതലും ഇറാനെ അനുകൂലിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് രോഷാകുലനായി, ക്ഷുഭിതനായി ഇറാൻ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തി. അപ്പം അതില് ഇറാന്റെ മരവിപ്പിച്ച സ്വത്തുക്കളൊക്കെ വിട്ടുകൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അമേരിക്ക അതിനൊന്നും സമ്മതിച്ചിരുന്നില്ല. എന്ന് മാത്രമല്ല, ആണവായുധങ്ങളുടെ കാര്യത്തിൽ, സമ്പുഷ്ട യുറേനിയം ത്തിന്റെ കാര്യത്തിലൊക്കെ ഇനി 60 ദിവസത്തിനുള്ളിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കുകയുള്ളൂ. ഇപ്പോഴത്തെ കരാറിൽ അതൊന്നും ഉണ്ടാവില്ല. ആ തരത്തിൽ പറയുമ്പോൾ ഇറാൻ 2 മാസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുമാണ് അമേരിക്ക ഇപ്പോൾ സമ്മതിച്ചിട്ടുള്ളത് എന്നാണ് വരുന്നത്. എന്തായാലും പാകിസ്ഥാൻ അവകാശപ്പെടുന്നത്, അവരാണ് മീഡിയേറ്ററായിട്ട്, പാകിസ്ഥാനും ഖത്തറും സമാധാനമുണ്ടാവും, ഉടൻ തന്നെ സമാധാന കരാറിൽ ഉപ്പിടും. അത് ജനീവയിൽ വെച്ചായിരിക്കും. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും അതുപോലെ തന്നെ ഇറാന്റെ സ്പീക്കർ മുഹമ്മദ് ഖലിബാഫും അതിൽ ഒപ്പിടുമെന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. എന്തായാലും യുദ്ധം തീരട്ടെ. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം യുദ്ധം തീരേണ്ടത് വലിയ ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് തീരട്ടെ. ഹോർമോസ് കടലിടുക്ക് അങ്ങനെ വന്നാൽ തുറക്കും, എണ്ണവില കുറയും, 100 കണക്കിന് കപ്പലുകൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അമേരിക്ക ഇറാനിൽ അല്ലെങ്കിൽ ഇറാനിയ നാവിയുടെ മേൽ ചുമത്തിയിരിക്കുന്ന ഉപരോധം പിൻവലിക്കും എന്നുള്ള രീതിയിലും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഹാഷ്മി, അമൃത. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.